ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യന്റെ മുറിവൊക്കെ കണ്ടിട്ട് മീനാക്ഷിയും മിത്രയും വല്ലാണ്ട് പേടിച്ച് നിൽക്കുകയാണ്. മീനാക്ഷി ആണെങ്കിൽ ഇപ്പൊ അലോഹിനെ കൊന്നിട്ടേ ഉള്ളൂ, ഇപ്പൊ അലോഹിന് കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശ് പറഞ്ഞു, വേണ്ട, ആവശ്യത്തിലേറെ അമ്മ കൊടുത്തിട്ടുണ്ട്, അമ്മ ഏതായാലും അമ്പലത്തിൽ പോയേക്കുക, ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട എന്ന അമ്മ പറഞ്ഞത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിത്ര ഉടനെ ചോദിച്ചു, ആനന്ദിനോട് ചോദിച്ചു, അല്ല ഏട്ടാ, എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതെ, ഹോസ്പിറ്റലിലൊക്കെ പോയി, പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല മിത്ര. അല്ല ആര്യ, നീ എന്താ മിത്രയോട് മിണ്ടാതിരിക്കുന്നത്? നീ എന്തെങ്കിലും ഒന്ന് മിത്രയോട് സംസാരിക്കുക എന്നിങ്ങനെ ആര്യനോട് ആനന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ്. മിത്രയോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ബാലന്റെ ഇളയ മകൾ അവിടെ നിന്നത്. ഇത്ര ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു, എന്തിനാ ഇത്ര ക്രൂരത ഏട്ടനോട് കാണിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രനെ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഏതായാലും മിത്രയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയി കേട്ടോ. കാരണം മിത്ര കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു കുറ്റബോധം തന്നെയാണ് മിത്രയ്ക്കുള്ളത്. അങ്ങനെ മിത്രയോട് ആനന്ദ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ആ ഒരു വിഷമത്തിലല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മിത്ര എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ആനന്ദ്. എന്നിട്ട് ആനന്ദും അങ്ങ് പോയി. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ മീനാക്ഷിയാണ്. മീനാക്ഷി മിത്രനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിത്ര, നീ കരയാതിരിക്കും, മിത്ര നീ കരയൊന്നും വേണ്ട, അമ്മയൊക്കെ എല്ലാവരും ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്നല്ലേ പറഞ്ഞത്, നീ വിഷമിക്കണ്ട. അല്ല, ഞങ്ങളുടെ ഈ വിവാഹം ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പോ ഈ വീടിന് നഷ്ടം മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ പറയാതെ മോളെ, ഈ പ്രശ്നങ്ങളൊക്കെ വൈകാതെ അങ്ങ് മാറിക്കോളും, ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പൊക്കോളും. അപ്പൊ പിന്നെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു നിമിഷം വരും, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിമിഷം വരും. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വസാധാരണ ഉള്ളതല്ലേ. നിന്റെ വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആര്യനെയാണ്. അപ്പൊ ആര്യൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും മിത്ര അങ്ങോട്ടേക്ക് ചെല്ലാണ്. എന്നിട്ട് ആര്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, ഞാൻ കാരണം നീ കുറെ അനുഭവിക്കുന്നുണ്ടല്ലേ, തല്ലുകൊണ്ട് നിന്ന് എന്താ നീ തിരിച്ചു കൊടുക്കാതിരുന്നത്, നിനക്ക് 2 അടി തിരിച്ചു കൊടുക്കത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആര്യം പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് കരുതി, അതല്ലേ ഇതിലും നല്ലത്. എന്റെ വിഷമം എന്താണെന്ന് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുമല്ല, എനിക്ക് വേറൊരു വിഷമമുണ്ട്, നിന്നെക്കുറിച്ചൊന്നും അധികം ചോദിച്ചില്ല. നിന്നെ അവർക്ക് ആവശ്യമില്ലെന്നർത്ഥം. അവര് ചോദിച്ചത് സ്വർണത്തെക്കുറിച്ച് മാത്രമാ. സ്വർണം എവിടെയെന്ന് ചോദിച്ചാൽ അവനും ഗുണ്ടകളും കൂടെ ചേർന്ന് എന്നെ അടിച്ചത്. അത് പിന്നെ എന്തിനാരും ഇത്രയും സഹിച്ചത്? പറയാൻ പാടില്ലായിരുന്നോ ആ മിഥുൻ ചതിച്ചതാണെന്നും ആര്യൻ കുറ്റക്കാരനല്ലെന്നും എല്ലാ തെറ്റും ഈ മിത്രയുടെയാണെന്നും പറയത്തില്ലായിരുന്നോ? അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ തെറ്റെന്തെങ്കിലും ചെയ്താൽ നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞാൽ പോരെ. തെറ്റ് ചെയ്തതൊക്കെ എന്റെ അമ്മയല്ലേ, എന്റെ അമ്മയാണല്ലോ ഇതെല്ലാം എന്റെ തലയിൽ കൊണ്ട് വെക്കുന്നത്. അതുമല്ല, എല്ലാം പറഞ്ഞ എന്റെ അമ്മയല്ലേ കുറ്റവാളി ആകുന്നത്. പിന്നെ അമ്മേനെ കുറ്റക്കാരിയാക്കുന്നതും തെറ്റുകാരിയാക്കുന്നതും കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയാത്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മിത്ര പറഞ്ഞു, അല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പിടിച്ചു തരാം, അപ്പൊ ചെറിയൊരു ആശ്വാസം കിട്ടും. വേണ്ട, എനിക്കാരും ചൂടും പിടിക്കണ്ട, ഒരാശ്വാസം വേണ്ട, ഉള്ള ആശ്വാസം തന്നെ ധാരാളം. ഇനി പ്രത്യേകിച്ച് എനിക്ക് ആശ്വാസമൊന്നും വേണ്ട. വേദന കുറയാനായിട്ട് ഇവിടെ പെയിൻ കില്ലർ ഉണ്ട്, അത് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മിത്ര പറഞ്ഞു, വെള്ളം ഞാൻ എടുത്തു തരാം. വേണ്ട, എനിക്ക് കൈ ഉണ്ടല്ലോ, എന്റെ കൈക്കൊന്നും പറ്റിയിട്ടില്ല, എന്റെ കൈയൊന്നും ആരും തല്ലി ഒഴിച്ചിട്ടില്ലല്ലോ, വെള്ളം ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യം വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ ഗുളിക കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര പറഞ്ഞു, അല്ല, വേദന കാണില്ലേ, അതുകൊണ്ട് നിലത്ത് കിടക്കണ്ട, കട്ടിലിൽ കിടന്നാൽ മതി. വേണ്ട, ഞാനിന്ന് ചിലപ്പോൾ ടെറസിലായിരിക്കും കിടക്കുന്നത്, എനിക്ക് റൂമിൽ തന്നെ കിടക്കാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങ് പോയി. മിത്രയ്ക്ക് അങ്ങോട്ട് മുഖത്തടിച്ച പോലെ ആയിപ്പോയിട്ടോ, എന്തോ പോലെ ആയിപ്പോയി. മിത്രയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ താൻ കാരണമാണല്ലോ എന്ന് ഓർത്തിട്ട് കുറ്റബോധം കൊണ്ട് ചങ്കു പൊട്ടു ആ മിത്രയുടെ. പിന്നെ കാണിക്കുന്ന ധർമ്മനെയും ആകാശിനെയും ആനന്ദിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആകാശ് പറയാണ്, അമ്മ പറയുന്ന ഒന്നും കണക്കാക്കേണ്ട ഒരു കാര്യമില്ല, അവനെ തല്ലിയിട്ട് വെറുതെ അങ്ങോട്ട് ഇരിക്കണം നമ്മള്. വേണ്ട, ആ അലോഹിനെ നമ്മൾ തിരിച്ചു തല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ മീനാക്ഷി അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ മീനാക്ഷി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ടുപോയി. അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു, എന്തിനാ വെറുതെ ആര്യനെ തല്ലിയിട്ട് ആളായിട്ട് നടക്കുന്നത് അവന്? വേണ്ട, ഒരിക്കലും നമുക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം അംഗീകരിക്കണം ആകാശേ, അത് മിത്രയുടെ വീടല്ലേ, മിത്രന്റെ സഹോദരനല്ലേ അലോഹ്. അപ്പൊ അലോഹിന് അങ്ങനെ ചെയ്യാനും പ്രവർത്തിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പോഴേക്കും നമ്മളെ ധർമ്മം പറഞ്ഞു, ദേ മീനാക്ഷി, ഞാനൊരു കാര്യം പറയാം, അലോഹിനെ അടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനത് തടയാനൊന്നും പോകുന്നില്ല. അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ, അവന്റെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആനന്ദും പറഞ്ഞു, പറയുന്നത് ശരിയാ, മാമൻ പറയുന്നത് 100% ശരിയാ. എനിക്കും തോന്നുന്നത് അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്നാ. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു, ഇതെന്താ ആനന്ദേട്ടനും ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? ആനന്ദേട്ടൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകാശ് പറഞ്ഞു, ആനന്ദേട്ടൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യാറുള്ളൂ. അപ്പൊ ആനന്ദേട്ടൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ തല്ലിയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പായും തലകണയൊക്കെ ആയിട്ട് നമ്മുടെ ആര്യൻ കടന്നിങ്ങ് വരികയാണ്. അപ്പൊ ആര്യനെ കണ്ട ഉടനെ മീനാക്ഷി പറഞ്ഞു, ദേ ഇതെന്താ ആര്യൻ പായൊക്കെ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേ വരുന്നു പായും തലകണയൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ ആകാശം ചോദിച്ചു, ഇതെന്താടാ നീ പായും തലകണയൊക്കെ ആയിട്ട് നീ എന്താ ഇവിടെ കിടക്കുന്നത്? അത് ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ. അതെന്താടാ നീ ഇവിടെ കിടക്കുന്നത്? ഇന്നലെ നീ ഇവിടെ വന്ന് കിടന്നു, അമ്മ പിടിച്ചോണ്ട് പോയി, നിന്നെ മുറി കിടത്തി, എന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് കിടക്കാനോ? വേണ്ട വേണ്ട, പറ്റില്ല, നീ ഇന്ന് ഇവിടെ കിടക്കണ്ട. അത് പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി വിശാലമായിട്ട് കാറ്റുകൊണ്ട് കിടക്കാന്ന് വിചാരിച്ചു. ഞാൻ മിത്രയോട് പറഞ്ഞു, മിത്ര അത് സമ്മതിക്കുകയും ചെയ്തു. കണ്ടോ മിത്രേനെ കണ്ട് പഠിക്കും. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സന്തോഷത്തോടെ തന്നെ സാധിച്ചു കൊടുക്കുന്നത് കണ്ടോ? ഓഹോ, പിന്നെ പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ ആകാശിന്റെ സന്തോഷങ്ങളൊന്നും തന്നിട്ടില്ലെന്ന്, ആകാശിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ലെന്ന്. എന്നാ പിന്നെ ഞാനേ ഇന്ന് ഇവരോടൊപ്പം ടെറസിൽ കിടന്നോട്ടെ, പ്ലീസ്, വേണ്ടാന്ന് പറയരുത്. അപ്പൊ ആര്യം പറഞ്ഞു, ഏട്ടാ വേണ്ട, ഏട്ടൻ പോയി ഏടത്തിയുടെ കൂടെ റൂമിൽ കിടക്ക്. അപ്പോഴേക്കും നമ്മുടെ ധർമ്മം പറഞ്ഞു, ദേ എടാ ആകേശ, വെറുതെ ടർസി കിടന്നിട്ട് കൊതുക് കൂടി കൊള്ളേണ്ട കാര്യമുണ്ടോ? അതൊന്നുമല്ല, നിങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് കിടക്കാനൊരു കൊതി, അതും കൊണ്ടാ ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ശരി, ഇന്ന് ആകാശ ടെറസിൽ കിടന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയും സമ്മതിച്ചു. അപ്പൊ നമ്മുടെ മീനാക്ഷി പറഞ്ഞു, പിന്നാരിയ ഒരു കാര്യം പറയാനുണ്ട്. ദേ നിന്നോട് അലോഹ് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ഞങ്ങൾക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ട്. അത് ഒരു സൈഡിലുണ്ടെങ്കിലും ദേ ഇവര് പകരം വീട്ടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അഭിപ്രായം എന്താ? അതും കൂടി ഒന്ന് കേൾക്കട്ടെ. അല്ല, നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ. എന്താണോ വേണ്ടത് അത് നീ മനസ്സ് തുറന്നു പറഞ്ഞോ, അത് നടത്താൻ ഞാൻ മുന്നിലുണ്ടാകും, നിന്റെ ഈ ഏടത്തി മുന്നിലുണ്ടാകും. അത് പിന്നെ ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഏടത്തി? വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ ഇനി പറയാം. എൻ്റെ ഈ മുറിവ് ഉണങ്ങുന്ന ദിവസം ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം പറയും. ഇപ്പം എൻ്റെ ഈ മുറിവ് വ്രണമായിട്ടിരിക്കുകയല്ലേ, ഇത് ഉണങ്ങട്ടെ, അപ്പം ഞാൻ പറയാം. അന്ന് വരെ ആരും ഒരു കലഹത്തിനും പോകരുത്, ഒന്നും ഉണ്ടാക്കാൻ പോകരുത്. ഇതെനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദും ആകാശൊക്കെ പറഞ്ഞു, ശരി, ഒരിക്കലും ഇല്ല, ഒരിക്കലും ആര്യ നീ പറഞ്ഞത് ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഈശ്വര, അതിനൊരു തീരുമാനമായല്ലോ, ഏതായാലും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് പോയിട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മിത്ര റൂമിൽ ഇങ്ങനെ തനിയെ ഇരിക്കുകയാണ് കേട്ടോ. മിത്രയ്ക്ക് വല്ലാത്ത വിഷമമാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് മീനാക്ഷി എന്നിട്ട്, മിത്ര, നീ എന്താ മിത്ര ഇങ്ങനെ ഇരുന്നുറങ്ങുന്നത്? എന്താ നീ കിടക്കാത്തത്? അത് പിന്നെ നിനക്ക് വിഷമമുണ്ടോ? വിഷമിക്കാതെ നീ എൻ്റെ വീട്ടിൽ ചെന്ന് അലോഹിനൊന്ന് കാണാൻ തോന്നുക എനിക്ക്. അവൻ എന്ത് ക്രൂരതയാ ആര്യനോട് ചെയ്തത്. മനുഷ്യത്വം ഇല്ലാതായ പിന്നെ എന്താ ചെയ്യാ മോളെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല ചേച്ചി, ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഇനിയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ? സ്വർണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ചേച്ചി, അല്ലെങ്കിൽ ശരിയാവില്ല. ആര്യന് എത്ര തല്ല് കിട്ടിയാലും കുഴപ്പമില്ലെന്ന് ആര്യം പറയുന്നത്, പക്ഷെ അതൊന്നും നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. മരിച്ചാലും ശരി, ആര്യൻ യഥാർത്ഥ കാര്യം ഒന്നും പറയത്തുമില്ല. അത് പറയാത്തെടുത്തോളം ദേ എന്നും ആര്യം കുറ്റക്കാരനാവില്ലേ? ആര്യൻ അങ്ങനെയാ മോളെ, ആര്യൻ ആരെയും ഒറ്റിക്കൊടുക്കില്ല. എന്തായാലും ഈ സ്വർണത്തിന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. ആര്യനോട് ഞാൻ സംസാരിക്കാം, എന്നിട്ട് ആര്യനെ കൊണ്ട് പോലീസിൽ ഒരു പരാതിയും കൊടുപ്പിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല ചേച്ചി, ഇപ്പം വേണ്ട, ഇപ്പം കേസിനൊന്നും പോകണ്ട. അതിനു മുമ്പ് ഞാനൊരു വഴി നോക്കട്ടെ. അല്ല, എന്ത് വഴിയാ മിത്ര ഉദ്ദേശിക്കുന്നത്? അത് നടക്കുമെന്ന് അറിയില്ല ചേച്ചി. വരട്ടെ, ഞാനിന്ന് ശ്രമിക്കട്ടെ. ഞാൻ ശ്രമിച്ചിട്ട് നടക്കൂല്ലോ എന്ന് അറിഞ്ഞിട്ട് പോരെ എല്ലാവരോടും അത് പറയേണ്ടത്. ഞാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മിത്ര എന്തോ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീണ്ടും നേരം രാത്രിയാകുന്നു. ബാലനെയാണ് കാണിക്കുന്നത്. ബാലൻ ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടു കൂടി കട്ടിലേൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്തേതാ ഉറങ്ങിയിട്ട് ഉറക്കമൊന്നും വരുന്നില്ല, ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതി ഉറങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ട് പതുക്കെ എണീറ്റ് ആര്യന്റെ അരികിൽ ചെന്നിട്ട് ആര്യന്റെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആര്യൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ നമ്മുടെ ഗോമതി ഈ സമയം കൊണ്ട് എണീറ്റ് പതുക്കെ പോയി നോക്കുമ്പോൾ ആര്യനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന, കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ബാലനെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകും ഗോമതിക്ക്. അങ്ങനെ ബാലൻ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴത്തേക്കും ആര്യൻ ഇത് അറിയാണ് കേട്ടോ. അപ്പൊ ആര്യൻ ഇത് മനസ്സിലാക്കുകയാണ്. അപ്പൊ ആര്യൻ പെട്ടെന്ന് എണീറ്റിട്ട് അച്ഛമ്മ ഉമ്മ വെച്ച കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് സന്തോഷിക്കുക. അപ്പൊ ആര്യന് മനസ്സിലാവുന്നുണ്ട്
ബാലന് നമ്മുടെ ആര്യനോട് വെറുപ്പൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, പക്ഷെ പുറമെ ഇങ്ങനെ ഒരു പരുക്കനായിട്ട് നിൽക്കുന്നതാണെന്ന്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മിത്രേനെയാണ്. മിത്ര ഉറങ്ങാതെ റൂമിനകത്തിരിക്കുന്നു. വന്നിട്ട് ആ കൃഷ്ണന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി കൊടുത്ത ആ ഒരു കൃഷ്ണൻ ഉണ്ടല്ലോ, ആ കൃഷ്ണനെ നോക്കിയിട്ടാണ് പറയുന്നത്, എൻ്റെ കൃഷ്ണ, അച്ചമ്മ നിന്നെ എൻ്റെ കയ്യിൽ തന്നത് മുതലാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതെന്തിനാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ എന്തോ ചെറിയ രൂപങ്ങൾ എനിക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. നീ എന്നെ രക്ഷിക്കണം കൃഷ്ണ. നല്ല രീതിയിൽ ഒരു ജീവിതമൊക്കെ തരുന്ന ഞാൻ കരുതിയത്. എന്നിട്ടും നീ എന്തിനാ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്? നിന്റെ അടുത്ത് എന്നെ എത്തിച്ചില്ലേ? എന്നിട്ട് അവിടെ വെച്ച് നടന്നതെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല. ആ തിരുസന്നിധിയിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാതെ നിന്ന സമയത്ത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് എന്തോ എനിക്കൊരു വിവാഹവും വന്നു. പിന്നെ അറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക്. എല്ലാം ഉപേക്ഷിച്ചിട്ട ഞാൻ ഒത്തിറങ്ങിപ്പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അയാൾ എൻ്റെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്നെ ചതിച്ചു. ഗുരുവായൂരിൽ ഗോമതി അപ്പച്ചിനെ കണ്ടുമുട്ടിയതും അതുപോലെ തന്നെ എനിക്ക് നഷ്ടമല്ലേ വരുത്തിയത്. അതും വലിയൊരു തീരാ നഷ്ടം. ആര്യനെ നിന്റെ മുമ്പിൽ വെച്ച് വിവാഹം ചെയ്യേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം അവിടെ നിന്ന് എനിക്ക് ആരംഭിച്ചില്ലേ, അത് സംഭവിച്ചു. എനിക്കറിയില്ല എന്താ ഇങ്ങനെയൊക്കെയെന്ന്. അതും എനിക്ക് മാത്രമല്ല, ആര്യന്റെ ജീവിതവും ഞാൻ കാരണമല്ലേ ഇല്ലാണ്ടായത്. ഞാൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്. ഭർത്താവിന് മുറിവേൽക്കുമ്പം ഭാര്യയ്ക്ക് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്ന് ആശ്വസിപ്പിക്കാനോ പക്ഷെ അടുത്തു പോയി ഇരിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല. ഈ രാത്രി രണ്ടിടത്താ ഭാര്യയും ഭർത്താവും കഴിയുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചതല്ല കണ്ണ. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടോ ഒഴുകാൻ പോകുന്നത്. അങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് നേരം വെളുക്കുന്ന സീനാണ്. നേരം വെളുത്തു കഴിഞ്ഞ് നമ്മുടെ മിത്ര ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഗോമതിയുടെയും ബാലന്റെയും ഇളയ മകൾ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെയല്ലേ കുറ്റം ചെയ്തത്. എന്നിട്ട് എൻ്റെ ചേട്ടനെ മാത്രം എന്തിനാ മിത്രേച്ചിയുടെ സഹോദരൻ തല്ലിയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് സാരമില്ല മോളെ, ഇനി ഏതായാലും ഇനി എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പ്രതികരിച്ചോളാം എന്ന് പറയുമ്പോൾ അപ്പം അവിടെ പോയി ചോദിക്കുന്നതാണോ പറയുന്നത് കൃഷ്ണമംഗലത്ത്? അതെ, ഞാൻ ചോദിച്ചോളാം. എങ്കിൽ പിന്നെ സൂപ്പർ ആയിരിക്കും കേട്ടോ. മോള് നോക്കിക്കോ, ഇനി ഞാൻ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി എന്തായിരിക്കും നടക്കുക എന്നൊക്കെ മോള് കണ്ടോളാൻ പറയുകയാണ്. അപ്പൊ ഇതിനു ശേഷം പിന്നെ കാണിക്കും നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ഇരുന്ന് കോലമൊക്കെ വരയ്ക്കാണ് കേട്ടോ. അപ്പൊ കോലമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ആകാശം അങ്ങോട്ടേക്ക് ചെല്ലാം. ആകാശം എന്നിട്ട് രാവിലെ കോലം വരയ്ക്കാൻ തുടങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചപ്പം രാവിലെ കോലം വരച്ചേക്കാന്ന് വെച്ചു. രാവിലെ അല്ലാതെ നട്ടുച്ചയ്ക്ക് കോലം വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, എങ്ങനെയുണ്ട്? കണ്ടിട്ട് പറ. സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും കഴിവുള്ള ഭാര്യ എനിക്കുണ്ടെന്ന് ഓർത്തിട്ട് എനിക്ക് അഭിമാനിക്കാമല്ലോ. ദേ, എന്നെ കളിയാക്കരുത് കേട്ടോ. ആരാ കളിയാക്കിയത്? ആരും കളിയാക്കിയതല്ല, ഞാൻ സത്യം പറഞ്ഞത്. ഒരുപാട് പ്രത്യേകതയുള്ള ആളല്ലേ എൻ്റെ മീനു. രാവിലെ കുളിച്ചൊരുങ്ങി ഇങ്ങനെ കോലമൊക്കെ ഇടുമ്പോഴേ നിന്നെ കാണാനേ എന്തൊരു പ്രത്യേക ഭംഗിയാണെന്നറിയാൻ പറ്റുമോ? അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നല്ല ഭംഗിയാ. ദേ ആകാശേ, കളിയാക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുകയും തോണ്ടും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മിത്ര വന്ന് കാണാൻ കേട്ടോ. അപ്പൊ മിത്ര കണ്ട് കുറച്ചു നേരം നോക്കി എന്നിട്ട് ശല്യം ചെയ്യാതെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും മിത്ര ചെല്ലുമ്പോഴത്തേക്കും ദേ മിത്രയുടെ കെട്ടിയാണ് എന്താ ചെയ്യുന്നത്? ഫോണിൽ ഇരുന്ന് കുത്തി കളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ പതുക്കെ നമ്മുടെ മിത്ര അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കല്ല, ആര്യനെ വിളിക്കുക. ആര്യ എന്നപ്പം എന്താ മിത്ര? അത് പിന്നെ വേദന എങ്ങനെയുണ്ട്? അല്ല, അറിഞ്ഞിട്ടിപ്പോൾ എന്ത് വേണം? വേദന കുറച്ച് തരാൻ പറ്റുമോ നിനക്ക്? അല്ല, വേദന കുറയ്ക്കുന്ന എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ആവശ്യത്തിന് സംസാരിക്കാൻ വന്നാൽ മതി. അനാവശ്യമായിട്ട് എന്നോടൊന്നും സംസാരിക്കാൻ വരണ്ട. താലി കെട്ടിയതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്തെടുക്കുകയാണ്, എവിടെ പോവുകയാണെന്നൊന്നും ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ കൊച്ചു വർത്താനൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് നീ വരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ അലോഹ് തല്ലിയത്, അത് ആ സ്വർണം തിരിച്ചു കൊടുക്കുന്നവരെ ഇതുപോലെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തല്ല് കിട്ടും. അത് ഞാൻ കൊണ്ടോളാം. വേദന അന്വേഷിച്ച് ആരും ഇവിടെ വരണ്ട. ആരും ഇവിടെ വരാതിരിക്കുന്ന നല്ലത്. അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ എന്തോ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പം കൂടിൽ കൊണ്ടുവരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇത് എന്താ ബാലേട്ടാന്ന് ചോദിച്ചപ്പം ഇത് കുറച്ച് മാതളവാ. ഈ മാതളം ജ്യൂസാക്കി അവന് കൊടുക്കുക. ബ്ലഡൊക്കെ ശരീരത്തിൽ നിന്ന് പോയതല്ലായിരിക്കുമോ? പിന്നെ ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയണ്ട. പിന്നെ ഇത് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. ബാലേട്ടൻ കൊണ്ടുവന്ന് തന്നെയാന്ന് പറയും. ദേ, ബാലേട്ടൻ ഇങ്ങനെ മകനെ സ്നേഹിക്കുന്നത് കാണുമ്പോഴേ എന്ത് സന്തോഷമാണെന്നറിയാമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ ചോദിച്ചു, അല്ല
ആര്യനെ തല്ലിയതിനെ കുറിച്ച് മിത്ര എന്തെങ്കിലും പറഞ്ഞോ? അവക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. അല്ല, നീ മിത്രയോട് പറയണം വീട്ടിൽ വിളിച്ച് ബഹളമൊന്നും ചെയ്യരുത് എന്ന്, ബഹളമൊന്നും വെക്കരുത് എന്ന്. പറയാൻ ബാലേട്ട. പക്ഷെ ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാലും അലോക് ചെയ്തതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആര്യനെ ഇങ്ങനെ വിളിച്ചിട്ട് ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ആര്യൻ ഓടി ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടി വന്നങ്ങ് വീണ് കേട്ടോ. അപ്പം ആര്യനെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പൊക്കി എടുത്തു. എന്നിട്ട് എന്താടാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു കുറച്ച് ശ്രദ്ധിച്ച് നടക്കണം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ബാലൻ തിരിഞ്ഞു നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, അതെ ഈ മാതളവേ നിന്റെ അച്ഛൻ മേടിച്ചോണ്ട് വന്നാൽ നിനക്ക് ജ്യൂസ് അടിച്ച് തരാന്, ഇത് ഞാൻ ജ്യൂസ് അടിച്ച് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, അതെ ഈ സമയത്ത് സംസാരിക്കേണ്ട കാര്യമില്ല, പക്ഷെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ സ്വർണത്തിന്റെ കാര്യത്തിന് എന്താ തീരുമാനിച്ചിരിക്കുന്നത് മോനെ നീ? അതെ, മോഷണം പോയതാണെങ്കിൽ മോൻ നീ അത് പറ, അത് നമുക്ക് പോലീസിൽ പറയാം, പോലീസിൽ പറഞ്ഞ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നീ ഇങ്ങനെ ഒന്നും തുറന്ന് സംസാരിക്കാതിരുന്നാല് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വർണത്തിന്റെ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട എന്ന്. നീ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ട വേണ്ട ബാലേട്ട, ഒരു തർക്കം വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് നമ്മുടെ ബാലന്റെ ഇളയ മോൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ പത്രമൊക്കെ ആയിട്ടാണ് വരുന്നത്. ആനന്ദേട്ടനുള്ള വിവാഹ പരസ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലന് വല്ലാത്ത സന്തോഷമായി. ഇതാരാ ഇപ്പൊ ഈ കല്യാണ പരസ്യം കൊടുത്തത്? അപ്പൊ ആകാശ് പറഞ്ഞു, ഞാനാ കല്യാണ പരസ്യം കൊടുത്തത്. ഏതായാലും ഇനി ആനന്ദേട്ടന്റെ കല്യാണം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, ഇനി എത്രയും പെട്ടെന്ന് ആനന്ദേട്ടന്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലന് എന്താ ഈ ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ അച്ഛന് കേൾക്കണം മനസ്സിലായില്ലേ? ആനന്ദേട്ടന്റെ കല്യാണം അത് വളരെ ഗംഭീരമായിട്ട് തന്നെ വളരെ ആഘോഷകരമാക്കി നമുക്ക് നടത്തണം. ഈ ദേവമംഗലം മാത്രമല്ല, അടുത്തുള്ള കൃഷ്ണമംഗലവും ഞടുങ്ങണം നമ്മുടെ ഈ കല്യാണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോൾ ബാലന് വലിയൊരു സന്തോഷമാണ്. ഇതിൽ ആ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് ഈ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.